ഗൈസ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി പനീർ ബട്ടർ മസാലയാണ് വിത്തൗട്ട് യൂസിങ് കാഷ്യൂനട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പനീർ 400 ഗ്രാംസ്, പിന്നെ ടൊമാറ്റോ 1 ടൊമാറ്റോ, അതും ബിഗ് ടൊമാറ്റോ എടുത്തിരിക്കുന്നത്, 2 സവാള മീഡിയം സൈസ്, ഒരു ഫിംഗർ സൈസ് പട്ട, അത് ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു 8-9 കുരുമുളകും, ഒരു ഏലക്ക, 3 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടീസ്പൂൺ ഗാർലിക്, ചോപ്പ് ചെയ്ത ഗാർലിക്, പിന്നെ 2 വലിയ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും, 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, പിന്നെ 1 കപ്പ് ഓഫ് വാട്ടർ. ഇനി എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മീഡിയം ഫ്ലെയിമിൽ ബട്ടർ ആദ്യം നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ നന്നായി മെൽറ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ ആഡ് ചെയ്യുന്ന ഷോട്ട് എൻ്റെ നിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് ഇതിലില്ലാത്തത്. ഇച്ചിരി ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ തന്നെ നമുക്ക് പനീർ ആഡ് ചെയ്യാം. പനീർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ സെയിം പാനിൽ തന്നെയാണ് നമ്മളിനി കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ത്രൂ ഔട്ട് മീഡിയം ഫ്ലെയിം തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഏലക്ക, കുരുമുളക് ഇതെല്ലാം ആഡ് ചെയ്യാം. ഇനി ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗാർലിക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് നന്നായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഞാൻ സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇച്ചിരി ബിഗ് സൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് അടിച്ചെടുക്കാനുള്ളതാണ് ഈ മസാല. ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇനി നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ ആഡ് ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾക്ക് നമ്മുടെ മസാലാസ് ആഡ് ചെയ്യാം. ഗരം മസാലയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിത് വേവിക്കണം. ഇനി നമുക്കിത് സിമ്മിലിട്ടിട്ട് വേണം അടച്ച് വെച്ച് വേവിക്കാൻ. ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ നന്നായിട്ടിത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്യേണ്ടത്, ചില്ലി പൗഡർ. ഒരു 1-1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഒരു 2 to 3 മിനിറ്റ്സ് നമുക്ക് അടച്ച് വെച്ചത് വേവിക്കാം. ഇപ്പോൾ ഇത് നന്നായി കുക്കായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമ്മൾക്കിനി മിക്സിയിൽ അടിച്ചെടുക്കണം. ചൂടാറിയിട്ട് ഇത് മിക്സിയിൽ അടിക്കണം. നേരത്തെ എടുത്ത് വെച്ച 1 കപ്പ് വെള്ളം ആദ്യം മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം 1 കപ്പ് വെള്ളം നമുക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന ഈ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ്ചർ ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാവുന്നത് വരെ നമുക്ക് പയ്യനെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വൺസ് ഇത് ചൂടായി കഴിയുമ്പോൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. തിളച്ചതിന് ശേഷം മാത്രം പനീർ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പനീർ ആഡ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഒരു 3 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതിയാവും. അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് നോക്കുമ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മൾ കാഷ്യൂ ആഡ് ചെയ്തിട്ടില്ല, അതിന് പകരം നമുക്ക് കുറച്ച് പഞ്ചസാര, കുറച്ച് ഷുഗർ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിഞ്ച് ഓഫ് ഷുഗർ മതി, കുറേ ഒന്നും ആഡ് ചെയ്യരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ക്രീം വെച്ച് തന്നെയാണ് ഗാർണിഷ് ചെയ്യാൻ പോണത്.
1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഇതുപോലെ കൊടുക്കാം. അതിനുശേഷം കുറച്ച് കൊറിയാൻഡർ അതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.